ഓം ശ്രീ ഗുരുഭ്യോ നമഃ. യോऽന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംനാ അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാന്നമോ ഭഗവതേ പുരുഷായ തുഭ്യം. നാന്യാസ്പൃഹാ രഘുപതേ ഹൃദയേ സ്മദീയേ സത്യം വദാമി ഭവാനഖിലാന്തരാത്മാ ഭക്തിം പ്രയശ്ച രഘുപുംഗവനിർഭരാം മേ കാമാദിദോഷരഹിതം കുരു മാനസം ച. ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. ആത്മമിത്രങ്ങളെ, നമ്മുടെ കർക്കിടകമാസ രാമായണ പാരായണത്തിൻ്റെ 28-ാം ദിനമായ ഇന്നത്തെ പാരായണ ഭാഗം യുദ്ധകാണ്ഡത്തിൽ 2889 വരി മുതൽ 3504 വരി കൂടിയതാണ്. ഇന്നത്തെ പാരായണ ഭാഗത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് സ്മരിക്കാം. ഔഷധപ്രയോഗത്താൽ രാമലക്ഷ്മണന്മാരും വാനരന്മാരും ഇന്ദ്രജിത്തിൻ്റെ ബ്രഹ്മാസ്ത്രബന്ധനത്തിൽ നിന്നും മുക്തരായി. സുഗ്രീവന്റെയും അംഗദന്റെയും നിയോഗത്താൽ വാനരന്മാർ ലങ്കയെ ആക്രമിക്കാൻ തുടങ്ങി. കൂറ്റൻ മതിലുകൾ ഇടിച്ച് കിടങ്ങുകളിലിട്ട് നിരത്തി തീപ്പന്തങ്ങൾ കയ്യിലേന്തി അവർ കോട്ടയ്ക്കുള്ളിലേക്ക് കടന്നു. ലങ്കാപട്ടണം അഗ്നിക്കിരയാക്കി. രാക്ഷസന്മാരും രാക്ഷസികളും ജീവൻ രക്ഷിക്കാൻ നെട്ടോട്ടമോടുന്നു. ചിന്തിതനായ രാക്ഷസ രാജാവ് കുംഭകർണപുത്രൻ കുംഭനോട് യുദ്ധത്തിന് പോകാൻ പറയുന്നു. കുംഭനും അനുജനായ കുംഭനും മറ്റ് ബന്ധുക്കളായ കമ്പനൻ, പ്രജംഘനൻ, യൂപാക്ഷൻ, ശോണിതാക്ഷൻ ഇവരെല്ലാം വലിയ സേനാസന്നാഹത്തോടു കൂടി വന്ന് വാനരന്മാരോട് പൊരുതി മരണപ്പെട്ടു. അടുത്തത് ഖരപുത്രനായ മകരാക്ഷന്റെ ഊഴമായിരുന്നു. വാനരന്മാർക്ക് അവനോട് പിടിച്ചു നിൽക്കാനായില്ല. ഇത് കണ്ട് രാമദേവൻ ആഗ്നേയാസ്ത്രം പ്രയോഗിച്ച് അവനെ ചുട്ടുചാമ്പലാക്കി. ഇനി ഇന്ദ്രജിത്തും രാവണനും അവരോടൊപ്പമുള്ള സൈന്യങ്ങളുമാണ് അവശേഷിച്ചിരിക്കുന്നത്. പിതാവിനെ നമസ്കരിച്ച് സമാധാനിപ്പിച്ച് അനുവാദം വാങ്ങി ഇന്ദ്രജിത്ത് യുദ്ധത്തിന് പുറപ്പെട്ടു. അവൻ്റെ വരവ് കണ്ടിട്ട് ലക്ഷ്മണൻ ജ്യേഷ്ഠനെ നമിച്ചുകൊണ്ട് പറഞ്ഞു, ഇവൻ ഇങ്ങനെ കൂടെ കൂടെ മറഞ്ഞു നിന്ന് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് നമ്മൾ എത്ര നാൾ സഹിക്കും? ബ്രഹ്മാസ്ത്രമേത് ഇവനെ വേഗം വധിക്കണം. കുമാര, യുദ്ധത്തിൽ ഓടിപ്പോകുന്നവരോടും നേർക്ക് നിന്ന് പോരാടാത്തവരോടും അഭയം പ്രാപിക്കുന്നവരോടും ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കരുത്. ഇപ്പോഴത്തെ ആണവായുധം പോലെ തന്നെയാണത്രേ ബ്രഹ്മാസ്ത്രം. സർവനാശം വിതയ്ക്കുന്നതാണ്. അത് പ്രയോഗിക്കാൻ ചില നിയമങ്ങളൊക്കെ ഉണ്ട്. ചില ആനുകാലിക സംഭവങ്ങൾ നോക്കിയാൽ ഇതുപോലെയുള്ള മേഘനാഥന്മാർ ഭരണാധികാരികളായാൽ അതിനുള്ള സാധ്യത കാണുന്നുണ്ടെങ്കിലും സർവനാശത്തിന് സമയമായിട്ടില്ലെന്നറിഞ്ഞ് സമാധാനിക്കാം. രാമൻ വില്ലും ശരങ്ങളും എടുത്ത് ഇന്ദ്രജിത്തിൻ്റെ നേരെ തിരിഞ്ഞപ്പോൾ അവൻ എന്തോ ചിന്തിച്ചുറപ്പിച്ചുകൊണ്ട് തിരിഞ്ഞോടി. മായാവിയായ അവൻ മായാസീതയെ തേരിൽ വെച്ചുകൊണ്ട് പടിഞ്ഞാറേ ഗോപുരത്തിലൂടെ വന്ന് മാരുതി അടക്കമുള്ള മർക്കടന്മാർ നോക്കി നിൽക്കെ മായാസീതയെ വെട്ടിക്കൊന്നു. ഹനുമാനും മറ്റുള്ളവരും ഇത് സത്യമെന്ന് ധരിച്ച് യുദ്ധക്കളത്തിൽ നിന്നും പിൻവാങ്ങി. ആർക്കു വേണ്ടിയാണോ യുദ്ധം നടക്കുന്നത് അവർ ജീവനോടെ ഇല്ല. പിന്നെ യുദ്ധത്തിനെന്താണ് പ്രസക്തി? അത്യധികം ദുഃഖത്തോടെ രാമസമീപത്തെത്തി മാരുതി മൈഥിലിയുടെ മരണവാർത്ത അറിയിച്ചു. മായാമാനുഷൻ മോഹിച്ച് നിലം പതിച്ചു. അപ്പോഴേക്കും വിഭീഷണൻ അവിടെ എത്തി.
കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ കൈകൊട്ടി ചിരിച്ചുകൊണ്ട്, അയ്യോ കുരങ്ങന്മാരെന്തറിഞ്ഞു, മായാവിയായ മേഘനാഥൻ മർക്കടന്മാരുടെ ഉപദ്രവമില്ലാതെ മഹാഹോമം നടത്തി അന്തർധാന വിദ്യ നേടാനായിട്ട് ചെയ്ത മായാപ്രയോഗമാണിതൊക്കെ. ലോകേശ്വരിയായ ദേവിയെ ആർക്കെങ്കിലും വധിക്കാൻ സാധിക്കുമോ? പ്രഭോ എഴുന്നേൽക്കൂ, ഉടനെ തന്നെ ഹോമം മുടക്കണം. എന്നെയും ലക്ഷ്മണകുമാരനെയും മറ്റ് മർക്കട ശ്രേഷ്ഠന്മാരെയും പോകാൻ അനുവദിച്ചാലും കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കി ഇന്ദ്രജിത്തിനെ വധിച്ചു വരാൻ കുമാരനെ അനുഗ്രഹിച്ച് എല്ലാവരെയും യാത്രയാക്കി. ഇന്ദ്രജിത്തിനെ വധിക്കുക നിസാരമല്ല. 12 വർഷം ഊണും ഉറക്കവും ഉപേക്ഷിച്ചവർക്ക് അവനെ വധിക്കാൻ കഴിയൂ എന്ന വരം ബ്രഹ്മാവിൽ നിന്ന് ഇന്ദ്രജിത്ത് നേടിയിട്ടുണ്ടത്രേ. ശരിയാണ്, വനവാസം തുടങ്ങിയതിൽ പിന്നെ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് സീതാരാമന്മാരെ സേവിച്ചുകൊണ്ട് നിൽക്കുകയാണല്ലോ ലക്ഷ്മണൻ. ആദിശേഷനായ ലക്ഷ്മണന് മാത്രമേ അവനെ വധിക്കാൻ സാധിക്കൂ. വാനര സൈന്യത്തോടൊപ്പം വിഭീഷണനും ലക്ഷ്മണനും ഇന്ദ്രജിത്ത് ഹോമം നടത്തിക്കൊണ്ടിരിക്കുന്ന നികുംഭിലയുടെ സമീപത്തെത്തി. പുറത്ത് നിരന്നു നിൽക്കുന്ന രാക്ഷസ സൈന്യത്തെ ശരവർഷത്താൽ ലക്ഷ്മണൻ ഇല്ലാതാക്കി. സൈന്യനാശം കണ്ട് ഹോമം പൂർത്തീകരിക്കാതെ അത്യന്തം കോപത്തോടെ മേഘനാഥൻ പുറത്തു ചാടി. പിതൃതുല്യനായ അങ്ങ് ശത്രുക്കളോട് ചേർന്നുകൊണ്ട് കുലം നശിപ്പിക്കുകയാണ്, പരമപാപമാണ് അങ്ങീ ചെയ്യുന്നത്. അധിക്ഷേപ വാക്കുകൾ കേട്ട് വിഭീഷണൻ പറഞ്ഞു, നീയും നിന്റെ അച്ഛനുമാണ് കുലം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. രാമൻ്റെ അനുഗ്രഹത്താൽ ഞാൻ കുലത്തെ രക്ഷിക്കുന്നുണ്ട്. ചിലർ അങ്ങനെയാണ്. അവർ ചെയ്യുന്ന ഏത് ദുഷ്പ്രവർത്തിക്കും ന്യായീകരണങ്ങൾ കണ്ട് മറ്റുള്ളവരുടെ സൽപ്രവൃത്തിയെ നിന്ദിച്ചുകൊണ്ടിരിക്കും. ലോകം വൈവിധ്യങ്ങൾ നിറഞ്ഞതാണല്ലോ. ലക്ഷ്മണനെ കളിയാക്കിക്കൊണ്ട് മേഘനാഥൻ ശരപ്രയോഗം തുടങ്ങി. തുല്യ പോരാളികളുടെ അതിഘോരമായ യുദ്ധം കണ്ടിട്ട് ദേവന്മാരും താപസന്മാരും രണ്ടുപേരെയും പുകഴ്ത്തി. ആ യുദ്ധം 3 ദിവസം നീണ്ടുനിന്നു. അനന്തരം ലക്ഷ്മണൻ ഇന്ദ്രാസ്ത്രമെടുത്ത് വില്ലിൽ തൊടുത്തു വലിച്ച് സത്യസന്ധനും ധർമാത്മാവുമായ ജ്യേഷ്ഠനെ ധ്യാനിച്ചുകൊണ്ട് ഇന്ദ്രജിത്തിൻ്റെ നേരെ പ്രയോഗിച്ചു. ആ ശരം അവൻ്റെ ശിരസ് ഛേദിച്ചു വീഴ്ത്തി. സന്തുഷ്ടരായ ദേവന്മാർ സൗമിത്രിയെ സ്തുതിച്ചു പുഷ്പവർഷം ചെയ്തു. ദേവേന്ദ്രൻ്റെ 1000 കണ്ണുകളിൽ നിന്നും സന്തോഷ കണ്ണീറൊഴുകി. ബ്രഹ്മാവും താപസന്മാരും മറ്റ് ഗഗനചാരികളും ലക്ഷ്മണനെ വാഴ്ത്തി സ്തുതിച്ചു. യുദ്ധവിജയം കൈവരിച്ച ലക്ഷ്മണൻ ശംഖനാദം മുഴക്കി വിഭീഷണനോടും വാനരന്മാരോടുമൊപ്പം രാമസമീപം ചെന്ന് നമസ്കരിച്ചു. അനുജനെ അഭിനന്ദിച്ചുകൊണ്ട് ആലിംഗനം ചെയ്തു പറഞ്ഞു, ദേവന്മാർക്ക് പോലും സാധിക്കാത്ത കാര്യമാണ് നീ ചെയ്തത്. ഉടനെ രാവണൻ കോപിച്ച് യുദ്ധത്തിന് വരും. ഇന്ദ്രനെ തോൽപ്പിച്ച പുത്രൻ തന്നോടൊപ്പം ഉണ്ടെന്നുള്ള ധൈര്യം രാവണന്റെ ദുഷ്കർമ്മങ്ങൾക്ക് ആക്കം കൂട്ടിയിരിക്കുന്നു. ഇപ്പോൾ അവനും നഷ്ടപ്പെട്ടു. പുത്രദുഃഖം ക്രോധമായി പരിണമിച്ച് രാവണൻ സീതയെ വധിക്കാൻ വാളുമായി പാഞ്ഞു. ഇത് കണ്ട നീതിമാനായ സുപാർശ്വൻ രാവണനെ തടഞ്ഞ് അദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ട് പറഞ്ഞു, മഹാപാപമായ സ്ത്രീവധം ചെയ്താൽ ഇതുവരെ അങ്ങ് ആർജിച്ചിട്ടുള്ള സത്കീർത്തിയും പുണ്യവും നഷ്ടപ്പെട്ട് നരകപ്രാപ്തി ഉണ്ടാവും. യുദ്ധം ചെയ്ത് രാമാദികളെ വധിച്ച് സീതയെ അനുഭവിച്ചാലും. സുപാർശ്വന്റെ വാക്കുകൾ കേട്ട് സീതാവധോദ്യമത്തിൽ നിന്നും പിന്മാറി അസുരഗുരുവായ ശുക്രമഹർഷിയെ കണ്ട് സങ്കടമുണർത്തിച്ചു. അദ്ദേഹത്തിൻ്റെ മന്ത്രോപദേശപ്രകാരം യുദ്ധവിജയത്തിനായി അരമനയിൽ തന്നെ ഒരു ഗുഹയുണ്ടാക്കി അതിൽ പ്രവേശിച്ച് രാവണൻ ആഭിചാര ഹോമം തുടങ്ങി. ഹോമം നിർവിഘ്നം കഴിഞ്ഞാൽ ഹോമാഗ്നിയിൽ നിന്നും തേരും വില്ലും ശരങ്ങളും ഉയർന്നു വരും. അത് ലഭിച്ചാൽ പിന്നെ ആരാലും തോൽക്കപ്പെടുകയുമില്ല. ഹോമകുണ്ടത്തിൽ നിന്ന് ഉയർന്ന പുക കണ്ട് അപകടം മണത്തറിഞ്ഞ വിഭീഷണൻ രാമനെ വിവരം ധരിപ്പിച്ചു. ഹോമം മുടക്കാനായി വേഗം സുഗ്രീവന്റെ നേതൃത്വത്തിൽ വലിയൊരു വാനര സംഘത്തെ രാമൻ നിയോഗിച്ചു. വിഭീഷണ പത്നി സരമ അവർക്ക് ഹോമസ്ഥലം ആംഗ്യത്താൽ കാട്ടിക്കൊടുത്തു. അവർ നേരെ ഗുഹയ്ക്കടുത്തെത്തി കാവൽ നിന്നിരുന്ന രാക്ഷസന്മാരെ അടിച്ചോടിച്ച് ഉള്ളിൽ പ്രവേശിച്ചു. ഹോമദ്രവ്യങ്ങളെല്ലാം ഒന്നിച്ചെടുത്ത് ഹോമകുണ്ടത്തിലെറിഞ്ഞു. വിജയകാംക്ഷയോടെ കണ്ണടച്ച് ഹോമത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച രാവണനെ വാനരന്മാർ ഉപദ്രവിച്ചതുപോലും അറിയാതെ ഹോമം തുടർന്നുകൊണ്ടിരുന്നു. എന്തു ചെയ്തിട്ടും രാവണന്റെ ഹോമം മുടക്കാൻ സാധിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ അംഗദൻ രാവണഭഗ്നിയായ മണ്ഡോദരിയെ വലിച്ചിഴച്ചുകൊണ്ടുവന്നു. വാനരന്മാരുടെ ഉപദ്രവം സഹിക്കവയ്യാതെ മണ്ഡോദരി നിലവിളിച്ചുകൊണ്ട് രാവണനോട് പറഞ്ഞു, നിനക്ക് നാണമില്ലേ ഇങ്ങനെ ഇരുന്ന് ഹോമിക്കാൻ?
ഭാര്യയെ ശത്രുക്കൾ ഉപദ്രവിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നതിനേക്കാൾ ഭേദം മരണമാണ്. ജീവനിൽ കൊതിയുള്ള ഇവൻ ഭാര്യയും നാണവും ഒക്കെ ഉപേക്ഷിച്ചിരിക്കുന്നു. ഇങ്ങനെ ഉള്ള മണ്ഡോദരയുടെ ആ അധിക്ഷേപ വാക്കുകൾ കേട്ട് രാവണൻ വാനരന്മാരെ വധിക്കാൻ വാളുമായി എഴുന്നേറ്റു. ഹോമം മുടക്കിയ ചാരിതാർത്ഥ്യത്തോടെ അവർ അവിടെ നിന്നും ഓടിപ്പോയി. രാവണൻ ശുദ്ധ വേദാന്തോപദേശങ്ങളാൽ മണ്ഡോദരിയെ സമാശ്വസിപ്പിക്കാൻ തുടങ്ങി. ഇക്കാര്യങ്ങളൊക്കെ ഹനുമാനിൽ തുടങ്ങി കാലനേമി വരെ എത്രയെത്ര പേർ രാവണനെ ഉപദേശിച്ചു. അന്നതൊന്നും വകവെച്ചില്ല. ഇതാ മരണസമയം അടുത്തപ്പോൾ സാരോപദേശം ചെയ്യുന്നു. പറയുകയാണ്, ഞാനിപ്പോൾ തന്നെ യുദ്ധത്തിന് പോകുന്നു. രാമലക്ഷ്മണന്മാരെ വധിച്ചു വരാം. അതല്ല, രാമൻ എന്നെ വധിക്കുകയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം. ഉടനെ സീതയെ കൊന്ന് എൻ്റെ ചിതയിൽ ചാടി എന്നോടൊപ്പം ചേരണം. ദുഷ്ടാത്മാവിൻ്റെ ചിന്ത നോക്കുക. മണ്ഡോദരി പറഞ്ഞു, രാമൻ പരമാത്മാവാണ്. എപ്പോൾ ധർമ്മത്തിന് ച്യുതിയും അധർമ്മം അഭിവൃദ്ധിയും പ്രാപിക്കുന്നുവോ അപ്പോൾ ഈ രാമൻ ധർമ്മത്തെ രക്ഷിക്കാൻ അവതരിക്കുന്നു. ഇപ്പോൾ അധർമ്മിയായി നിന്നെ വധിച്ച് ത്രിലോകത്തെ രക്ഷിക്കാനാണ് രാമൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് സീതയെ രാമന് നൽകി രാജ്യം വിഭീഷണയെ ഏൽപ്പിച്ച് നമ്മൾക്ക് വാനപ്രസ്ഥത്തിന് പോകാം. അത് കേട്ട രാവണൻ പറഞ്ഞു, പ്രിയേ, യുദ്ധത്തിൽ പുത്രന്മാരെയും സഹോദരങ്ങളെയും മറ്റു ബന്ധുക്കളെയും മന്ത്രിമാരെയും രാക്ഷസന്മാരെയും എല്ലാം കൊല്ലിപ്പിച്ച് ഞാൻ വാനപ്രസ്ഥം അനുഷ്ഠിക്കുന്നത് ശരിയല്ല. നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒന്നും സംഭവിക്കാറില്ല. ഞാൻ രാമനോട് യുദ്ധം ചെയ്യാൻ പോകുന്നു. രാമനാൽ വധിക്കപ്പെട്ട് വേഗം വിഷ്ണുപദം പ്രാപിക്കാം. അജ്ഞാനത്താലുള്ള അഹങ്കാരത്തിന് വിധേയമായ ദുഷ്ടശക്തികൾ ഒന്നൊന്നായി രാവണിൽ നിന്ന് ചോർന്നു പോയപ്പോൾ അദ്ദേഹത്തിന് ആത്മജ്ഞാനം ഉദിക്കാൻ തുടങ്ങി. ഹരേ രാമ. ഇന്നത്തെ പാരായണ ഭാഗം ഇവിടെ സമ്പൂർണമാകുന്നു. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാഃ പതയേ നമഃ. ഹരി ഓം തത്സത്. ജയ ഗുരു.